നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 ആണ്ടിൻ്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പരിചയപ്പെട്ടു വരികയായിരുന്നു. അശ്വതി മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് അവിട്ടം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1202 ആണ്ടിൻ്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ പരിശോധിക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം എങ്ങനെയുണ്ടാകും? കർമ്മരംഗത്ത് മികച്ച മുന്നേറ്റങ്ങളും ഒപ്പം ചില കാര്യങ്ങളിൽ അതീവ ശ്രദ്ധയും ആവശ്യമുള്ള വർഷമാണ്. ചൊവ്വ അധിപനായിട്ടുള്ള അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി അഥവാ 1-2 പാദങ്ങൾ മകരക്കൂറിലും രണ്ടാം പകുതിയായിട്ടുള്ള 3-4 പാദങ്ങൾ കുംഭക്കൂറിലും വരുന്നതാണ്. ഈ വർഷത്തെ ശനിയുടെയും വ്യാഴത്തിന്റെയും സ്ഥാനമാറ്റങ്ങൾ അവിട്ടം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള മാറ്റങ്ങൾ, സ്വാധീനങ്ങൾ ചെലുത്തിയേക്കാം. നമുക്കിനി പുതുവർഷത്തിലെ പൊതുഫലങ്ങൾ ഒന്ന് പരിശോധിക്കാം. അവിട്ടം നക്ഷത്രക്കാരുടെ ഉള്ളിലെ ഊർജവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും വർദ്ധിക്കുന്ന സമയമാണ്. പ്രതിസന്ധികളെയൊക്കെ ധീരമായി നേരിടാൻ കഴിയുന്ന വർഷമാണ്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും സ്വന്തം പ്രയത്നത്താൽ നേടിയെടുക്കും. എന്നാൽ കോപവും എടുത്തിയാട്ടവും നിയന്ത്രിക്കേണ്ടതാണ്. അതുമൂലം നല്ല അവസരങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഈ പുതുവർഷത്തിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ധൈര്യം സർവത്ര സാധനം. ധൈര്യമാണ് എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം. ഇത് മനസ്സിലാക്കി പുതുവർഷത്തെ സമീപിക്കുക. അവിട്ടം നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ തൊഴിൽപരമായിട്ടുള്ള അവസരങ്ങളൊന്ന് പരിശോധിക്കാം. തൊഴിൽപരമായി അനേകം മാറ്റങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ തേടി വരുമെങ്കിലും കഠിനാധ്വാനം ആവശ്യമായിട്ടുള്ള വർഷമാണ്. റിയൽ എസ്റ്റേറ്റ്, കൺസ്ട്രക്ഷൻ, പോലീസ്, സൈന്യം, ടെക്നിക്കൽ ഫീൽഡുകൾ എന്നീ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം കൂടുതൽ അനുകൂലമാണ്. ബിസിനസ്സിലൊക്കെ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അനുഭവസ്ഥരുടെ ഉപദേശം അനിവാര്യമാണ്. ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. സാമ്പത്തികമായി നല്ല പുരോഗതി കാണാൻ സാധിക്കുന്ന വർഷമാണ്. ഭൂമി വാങ്ങൽ, വീട് പണി എന്നിവയൊക്കെ സാധിക്കുന്ന വർഷമാണ്. എന്നാൽ അനാവശ്യ ചെലവുകളെയൊക്കെ നിയന്ത്രിക്കേണ്ടതാണ്. കണ്ണടച്ച് വിശ്വസിച്ച് വലിയ തുകകളൊക്കെ കടം കൊടുക്കാതിരിക്കുക. ഇനി അവിട്ടം നക്ഷത്രക്കാരുടെ കുടുംബപരമായിട്ടുള്ള പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. കുടുംബജീവിതം മിശ്രഫലമായിരിക്കുന്ന കാലമാണ്. ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സംഭാഷണത്തിൽ എല്ലായ്പ്പോഴും മൃദുത്വം പാലിക്കുക. സഹോദരങ്ങളുമായി ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒത്തുതീർപ്പിലെത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഇനി പുതുവർഷത്തിലെ ആരോഗ്യം ഒന്ന് പരിശോധിക്കാം. ചൊവ്വയുടെ സ്വാധീനത്തെ തുടർന്ന് ശ്രദ്ധ ആവശ്യമായിട്ടുള്ള വർഷമാണ്. രക്തസമ്മർദ്ദം, ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഉഷ്ണരോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട്. കരുതലെടുക്കുക. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കുക. ഇനി കൂർ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചില വ്യത്യസ്ത ഫലങ്ങളെയും കൂടി ഒന്ന് പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന 1-2 പാദക്കാർക്ക് കഠിനാധ്വാനത്തിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ ഇവർ സാമ്പത്തിക നിക്ഷേപങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. ലക്ഷ്യങ്ങൾ പടിപടിയായി കൈവരിക്കും. കുംഭക്കൂറിൽ വരുന്ന അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടും. സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും. പൊതുവെ ഇവർക്ക് അനുകൂല വർഷമാണ്. ഇനി ത്രൈമാസ ഫലങ്ങളെ വിശേഷമായിട്ടൊന്ന് നോക്കാം. ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിൽ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കാം. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും ധനലാഭത്തിനും സാധ്യത. കുംഭം, മീനം, മേടം എന്നീ മാസങ്ങളിൽ സ്ഥിരത വർദ്ധിക്കുന്നതാണ്. കുടുംബകാര്യത്തിൽ പ്രാധാന്യം ഉണ്ടാകും. ഇടവം, മിഥുനം, കർക്കിടകം എന്നീ മാസങ്ങളിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. പുതിയ ഉയർച്ചകളും ഉണ്ടാകും. ഇനി നമുക്ക് പൊതുവായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാർ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെ പരിശോധിക്കാം. ചൊവ്വാഴ്ചകളിൽ നിർബന്ധമായിട്ടും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. കന്ദ സ്തോത്രം നിത്യം ജപിക്കുക. പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്തുക. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക. സിന്ദൂര തിലകം ചാർത്തുക. ഹനുമാൻ ചാലിസ കഴിയുന്നത്ര ജപിക്കുക. ശനിയാഴ്ചകളിൽ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം, എള്ളുപായസം ഇവയൊക്കെ നടത്തുക. ചൊവ്വയുടെ തീ പോലെ ഉള്ളിൽ ജ്വലനമുണ്ടാകും കാലം. കഠിനാധ്വാനത്തിൽ ഉയരും നിലവുകൾ. തടസ്സങ്ങൾ തകർത്ത് നിനക്ക് മുന്നേറാം. വിധിയുടെ കരങ്ങൾ പോലും നിന്നെ നമിക്കുന്ന കാലം. ഈ ഫലങ്ങളൊക്കെ പൊതുവായിട്ടുള്ള ജ്യോതിഷ നിരീക്ഷണങ്ങളുടെ ഫലങ്ങളാണ്. വ്യക്തികളുടെ ജാതകം, പ്രത്യേകിച്ച് ഗ്രഹനില, ദശാകാലങ്ങൾ എന്നിവയൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ ഫലത്തിൽ വ്യത്യാസം കണ്ടു എന്ന് വരാം. വ്യാഴദശ, ബുധദശ എന്നീ ദശാകാലങ്ങളുള്ളവർക്ക് ഗുണഫലങ്ങൾ അല്പം കുറഞ്ഞു എന്ന് വരാം. മറ്റുള്ളവർക്ക് ഗുണഫലങ്ങൾ അല്പം കൂടി വർദ്ധിച്ചു ലഭിച്ചു എന്നും വരാം. ഈ ഒരു ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ, പുതുവർഷത്തെ സമീപിക്കാൻ. അവിട്ടം നക്ഷത്രക്കാർക്ക് പരിശ്രമിച്ചാൽ എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ്. പരീക്ഷണങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അതിനോടൊപ്പം വിജയവും ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും. ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്.
ഇത്തരത്തിലുള്ള കൂടുതൽ നക്ഷത്ര വിശേഷങ്ങളും ജ്യോതിഷ ഫലങ്ങളും ലഭിക്കാൻ ഋഷിപ്രോക്തം എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് എത്തിക്കുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് നക്ഷത്രക്കാരുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.